2 മാസം ചോമഞ്ചേട്ട ട്രെയിനിങ്ങിന് പോയപ്പോഴേക്കും ഇല്ലേ നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ നോക്കുക എന്നുള്ള ഡ്യൂട്ടി എന്റെ ആയിരുന്നട്ടാ. കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനട്ടാ. കുരുമുളക്, അടക്കാമരം, മാവ്, പ്ലാവ്, മറ്റെന്താണ് വാഴ, അങ്ങനെ എല്ലാത്തരം ചെടികളും ഉണ്ട് കേട്ടോ ഇതിന്റെ മേളിലായിട്ട്. അപ്പോൾ ഓരോന്നിന്റെ ഇലകളൊക്കെ വീണ് ചീഞ്ഞ് കിടക്കണ്ടല്ല എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യണത്. നമ്മുടെ ഗപ്പിക്കുട്ടന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെല്ലാ നേരവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നേ. അവർ ബ്രീഡ് ചെയ്യാന്ന് വിചാരിക്കും, ഞാൻ വന്ന് ക്ലീൻ ചെയ്യും. അവർ വീണ്ടും ബ്രീഡ് ചെയ്യാന്ന് വിചാരിക്കും, ഞാൻ വീണ്ടും വന്ന് ക്ലീൻ ചെയ്യും. ഇതിനകത്ത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ഗപ്പീസ് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടായിരുന്നട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഗപ്പീസിനെ എല്ലാത്തിനും കൂടി കൊണ്ടുവരാൻ നമ്മൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇവിടെ അറിയാം, ഒരു പഫ് കൊണ്ടുണ്ടാക്കിയ ഫിഷ് ടാങ്കില്ലേ വീഡിയോക്ക് വേണ്ടിയിട്ട് മരക്കമ്പൊക്കെയുള്ള അതിനകത്താണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ച കുറച്ച് ചിക്കൻ വേവിച്ച് കൊടുക്കാറുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചിട്ട് ചിക്കൻ്റെ ഒന്ന് കഴുകി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ തന്നെ വെച്ച് എടുത്തിട്ടുണ്ട്. കുഞ്ഞു പല്ലുകൊണ്ട് കടിച്ചു പറിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് പൊടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം ചിക്കൻ അടിച്ച് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ എപ്പോൾ ബോറടിച്ചിരിക്കുകയാണെങ്കിലും ചുമ്മാ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി, നല്ല കാര്യമായിട്ട് മസാജ് ചെയ്ത് തരുവേ. നല്ല രസം.